കണ്ണൂർ പോലീസ് സഹകരണ സംഘം പരീക്ഷയ്ക്കെതിരായ പ്രതിഷേധത്തിൽ കേസെടുത്തു പോലീസ്. കണ്ടാൽ അറിയാവുന്ന 15 പേർക്കെതിരെയാണ് കേസെടുത്തത്. സഹകരണ സംഘത്തിന് 50,000 രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്ന് FIR. അജീഷ് ജയകുമാർ വിശദാംശങ്ങളുമായി. അജീഷ്, KSUവിന്റെ പ്രതിഷേധമായിരുന്നു, രാവിലെ നമ്മളത് നൽകുകയും ചെയ്തിരുന്നു ആ വാർത്ത. ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് പോലീസ് നടപടി? ഇന്ന് രാവിലെ 10 മണിക്കായിരുന്നു ഈ പരീക്ഷ നിശ്ചയിച്ചിരുന്നത്. നൈറ്റ് വാച്ച്മാൻ ഒപ്പം തന്നെ പ്യൂൺ, ഈ 2 തസ്തികകളിലേക്കായിരുന്നു അവിടെ പരീക്ഷ തീരുമാനിച്ചിരുന്നത്. ഉദ്യോഗാർത്ഥികൾ അവിടെ പരീക്ഷ എഴുതാൻ എത്തുകയും ചെയ്തിരുന്നു. അപ്പോഴാണ് KSU പ്രവർത്തകർ അവിടെ ഇതിൽ ക്രമക്കേടുണ്ടെന്ന് ആരോപിച്ച് പ്രതിഷേധം നടത്തിയത്. മാത്രമല്ല അവിടെ മറ്റു ഉദ്യോഗാർത്ഥികൾ ആരോപിച്ചത് അവിടെ ഈ ചോദ്യപേപ്പറും ഒപ്പം തന്നെ ഈ ഹാൾ ടിക്കറ്റും KSU പ്രവർത്തകർ വലിച്ചു കീറി എന്നുള്ളൊരു ആരോപണം ഉന്നയിച്ചിരുന്നു. അതിൻ്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വരികയും ചെയ്തു. അവിടെ ഏറെ നേരം സംഘർഷ സാധ്യത തന്നെ ഉണ്ടായിരുന്നു. അവിടെ പിന്നീട് കണ്ണൂർ നിയുക്ത MLA ടി മോഹനടക്കം ഉള്ളവർ അവിടെ എത്തി. പിന്നീട് ചർച്ചയ്ക്ക് ശേഷമാണ് ഈ പരീക്ഷ പിന്നീട് മാറ്റിവെച്ചത്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ പോലീസ്, കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തിട്ടുള്ളത്. കണ്ടാലറിയാവുന്ന 15 പേർക്കെതിരെയാണ് ആ കേസെടുത്തിട്ടുള്ളത്. സഹകരണ സംഘത്തിന് 50,000 രൂപയുടെ നഷ്ടമുണ്ടായെന്നും FIR-ൽ പറയുന്നു. ഈ പരീക്ഷാ നടത്തിപ്പ് മറ്റൊരു ഏജൻസിക്ക് ആണ് ഏൽപ്പിച്ചിരുന്നത് എന്നാണ് സഹകരണ സംഘം അധികൃതർ വ്യക്തമാക്കിയത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ പണം നഷ്ടമായത് എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. മറ്റ് അവിടെ ഭൗതികമായിട്ടുള്ള സാധനങ്ങളൊന്നും നശിപ്പിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ഈ ഒരു കാര്യം, പരീക്ഷ മാറ്റിവെച്ചതിലൂടെ പണം നഷ്ടമായി എന്നാണ് അവർ ആരോപിക്കുന്നത്. അങ്ങനെയാണ് ഈ പണം നഷ്ടമായതിനൊപ്പം തന്നെ ഈ അതിക്രമിച്ച് കയറിയതിനുൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി 15 പേർക്കെതിരെ, കണ്ടാലറിയാവുന്ന 15 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുള്ളത്. അജീഷ് ജയകുമാർ കണ്ണൂരിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.